സന്ദേശം നൽകുവാൻ നമ്മുടെ മുഖ്യ അതിഥിയും സലാല ഇടവക പട്ടക്കാരനുമായ റവറൻ വർഗീസ് മാത്യു അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ സാമാന്യച്ചൻ, സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളോടെ നമ്മെ സന്തോഷിപ്പിക്കുകയും നമുക്കതിൽ വളരെ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയം കൊണ്ടതിൽ പങ്കുചേരുന്നതിനും കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള അനുഭവമാണ്. ഇവിടെയുള്ള ഓരോ പ്രോഗ്രാമുകളും വ്യത്യസ്തമായി ചിട്ടയോട് ക്രമപ്പെടുത്തി സമയബന്ധിതമായി അത് മുൻപോട്ട് പോകാനായിട്ട് കഴിയും. അപ്പൊ ഈ പ്രോഗ്രാം എല്ലാം നാം ആസ്വദിക്കുമ്പോഴും ഓരോ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ട് അത് ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മളിവിടെ ഈ പ്രോഗ്രാമുകൾ പങ്കുചേരുന്നതും അത് സന്തോഷത്തോടു കൂടി നാം അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഒരു വർഷത്തെ പ്രവർത്തനം നാം ഒന്ന് വിലയിരുത്തുമ്പോൾ അത് വിജയമോ പരാജയമോ നിശ്ചയമായിട്ടും നാം പരിശോധിക്കുമ്പോൾ ദൈവനാമത്തിൽ നാം ചെയ്തതെല്ലാം വിജയം തന്നെയാണ്, പരാജയം എന്നുള്ളതില്ല. എന്നാൽ ഇത് മാത്രം മതിയായിരുന്നു, കുറച്ചുകൂടെ നമുക്ക് നന്നായി ചെയ്യുമായിരുന്നല്ലോ എന്നൊരു പക്ഷേ നമുക്ക് ചിന്തിച്ചേക്കാം. എന്നാലും ഈ വർഷത്തെ ഈ സംഘടനകളുടെ ഒരുമിച്ചുള്ള മീറ്റിംഗ് ഏറ്റവും സന്തോഷമാണ്, ഏറ്റവും അനുഗ്രഹമാണ്. ഓരോ പ്രോഗ്രാമിലൂടെ ഓരോ മെസ്സേജ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തിന് ഈ ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുന്നു: എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. സഭയെ എങ്ങനെ സ്നേഹിക്കണം, ഓട്ടം എങ്ങനെ ഓടണം, ഇതാണ് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം നാം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും. സഭയെ എങ്ങനെ സ്നേഹിക്കണം, നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നതായ ഓട്ടം എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളത്. പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയിലാണ് ഈ വേദഭാഗം ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു ദൈവഭക്തൻ എന്ന നിലയ്ക്ക്, ദൈവത്തിന്റെ ദാസൻ ദാസി എന്ന നിലയ്ക്ക് നമുക്ക് എന്താണ് ടോപ്പ് ക്വാളിറ്റി ആയിട്ട് വേണ്ടത്? പ്രാർത്ഥന ആവശ്യമാണ്, പ്രസംഗം പറയാനുള്ള വരം ആവശ്യമാണ്, കൃപാവരങ്ങളൊക്കെ ആവശ്യമാണ്. എന്നാൽ അതിലുപരിയായിട്ട് എന്താണ് ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തോടുള്ള സ്നേഹം, മറ്റൊന്ന് സത്യസുവിശേഷത്തോടുള്ള സ്നേഹം, ദൈവസഭയോടുള്ള സ്നേഹം. ലവ് ഫോർ ദ ചർച്ച്, ദൈവസഭയോടുള്ള സ്നേഹമാണ് ഇവിടെ നാം വിവിധ സംഘടനകളിലൂടെ
നാം പ്രതിഫലിച്ച് കാണിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവസഭയെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹിച്ച സഭയെ നാം സ്നേഹിക്കുന്നു എന്നുള്ളത്. അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടുമ്പോൾ പരസ്പരം പ്രബോധിപ്പിക്കുക എന്നുള്ളത്. നമ്മളുടെ ഈ പ്രോഗ്രാം കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾ പരിശീലനമൊക്കെ നടത്താനായിട്ട് വിവിധ അവസരങ്ങളിൽ കൂടി അവിടെയുള്ള നമ്മുടെ സംസാരങ്ങളും ഇടപാടുകളും ഒക്കെ എന്ന് പറയുന്നത് ഓരോരുത്തരെ പ്രബോധിപ്പിക്കുന്നതും ചില കാര്യങ്ങൾ നമുക്ക് പറയുന്നതിന് ചർച്ചയിൽ കൂട്ടായ്മയുടെ ഒരു സന്തോഷം ഉണ്ടാകുന്നതിനും ഒക്കെ കഴിയും. ഏറ്റവും കൂടുതലായിട്ട് സൺഡേ സ്കൂളാണ് പ്രബോധനത്തിൽ. കാരണം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായ വലിയൊരു ശുശ്രൂഷയിലാണ് അധ്യാപകർ അവരുടെ നിസ്വാർത്ഥമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ അവർക്ക് ഈ ലോകത്തിന്റെ ചില സ്വാധീനങ്ങളിൽ അകപ്പെട്ടു പോകാം. അവിടെ നിന്നും അവരെ എങ്ങനെ വ്യത്യസ്തരായി ജീവിക്കുവാൻ, അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും പ്രബോധനത്തിലൂടെ. അപ്പോൾ നാം എല്ലാവരും ചെയ്യുന്നത് പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയാണത്തിലാണ്, ഓട്ടത്തിലാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത് പരസ്പരം പ്രബോധിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ വിശ്വാസത്തെ, ഒരു പക്ഷെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയാം സാക്ഷ്യം, നമ്മുടെ സാക്ഷ്യം പരസ്പരമുള്ള ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്ന്. മറ്റൊന്ന് അപ്പോസ്തലൻ പറയുന്നത് നാം ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ ഗിവിംഗ് എന്നുള്ളതാണ്. താൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ മക്കദോന്യ വഴി യെരൂശലേമിലേക്ക് പോകുന്നതിന്റെ കാരണം മക്കദോന്യയിൽ നിന്നും ലഭ്യമായ ഔദാര്യ ദാനങ്ങൾ യെരൂശലേമിലെ ദരിദ്രമായ സഭയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ആ വഴിക്കൂടെ അദ്ദേഹം പോകുന്നു. അത് മാത്രമല്ല, ഇവിടെ ഓർപ്പിക്കുന്നത് നമ്മുടെ ഗിവിംഗ് എന്ന് പറയുന്നത് നാം നൽകുന്നത് നമ്മുടെ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, അതുപോലെ നമ്മുടെ കഴിവുകൾ, നമ്മുടെ താലന്തുകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക ചെയ്യും. സമർപ്പിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് നൽകുകയാണ് ചെയ്യുക. മറ്റൊന്ന് അപ്പോസ്തലൻ പറയുന്നത് പെർസിസ്റ്റൻസ് എന്നുള്ളത്. നമ്മെ ദൈവം ഓരോ ചുമതലകൾ സഭയിലൂടെ നമ്മെ ഏൽപ്പിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് അത് നിർത്തിപ്പോകരുത് എന്നുള്ളത്. അപ്പോസ്തലന്റെ ഈ മിഷണറി യാത്രയിൽ സഭാ ജീവിതത്തിൽ ഉണ്ടായത്, യഹൂദന്മാര് തനിക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി, ചിലർ പൗലോസിന് ഓപ്പോസിഷനായിട്ട് വന്നു. ഒരുപക്ഷെ നമുക്ക് തോന്നാൻ ചിലർ എൻകറേജ് ചെയ്തിരുന്നില്ല. ചിലപ്പോൾ മനഃപൂർവ്വമാകും, മനഃപൂർവ്വം അല്ലാതെയാകും. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തിൽ നാം ഓരോരുത്തരും ഞാൻ ദൈവത്തിന്റെ സഭയെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹിച്ച സഭയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ഞാൻ കർത്താവിനെയാണ് സേവിക്കുന്നത്, അതുകൊണ്ട് എന്റെ ഓട്ടം ഓടുമ്പോൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത് ഈ ഭാഗം പരിശോധിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ താഴ്മയോടുകൂടെ കർത്താവിനെ സേവിക്കുന്നു എന്നുള്ള താഴ്മയോട്. എന്റെ ഇഷ്ടവും എന്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുവാനായിട്ട് ആലോചിക്കുന്നതെങ്കിൽ ഈ താഴ്മ ഉണ്ടാകുവാനായിട്ട് പലപ്പോഴും കഴിയുകയില്ല. എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ചെയ്യുവാനായിട്ട്. ഒരു ചിന്തകൻ പറയുന്ന എല്ലാ പാപത്തിന്റെയും ഉറവിടം എന്ന് പറയുന്ന അഹങ്കാരം എന്നുള്ളതാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ആദമും ഹവ്വായും ആദ്യ പാപമല്ല, ലൂസിഫറാണ് ദൈവത്തെ പോലെ ആകണമെന്ന് തീരുമാനിച്ചപ്പോൾ അഹങ്കാരം അവിടെയാണ് തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നു, പലപ്പോഴും നാം പ്രാർത്ഥിക്കുവാനിരിക്കുന്നത് നമ്മുടെ അഹങ്കാരം കൊണ്ടാണ്. എനിക്ക് സ്വയം എന്തൊക്കെയോ കഴിയുമെന്നുള്ള അഹങ്കാരം കൊണ്ടാണോ എന്ന് അദ്ദേഹം സംശയിച്ചു പോകുന്നു. അത് താഴ്മയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കും നമ്മുടെ അഹങ്കാരം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. താഴ്മ കഷ്ടതയിലൂടെ മുൻപോട്ട് പോകുന്ന പുസ്തകം പറയുന്നത്, ഞാൻ ത്യാഗപൂർവം എന്റെ പ്രവർത്തനങ്ങൾ ശുശ്രൂഷ എന്റെ ഓട്ടം ഓടുന്നു. എന്റെ മുൻപിൽ യെരൂശലേമിൽ എനിക്ക് ഉണ്ടാകുവാനുള്ള കഷ്ടതകൾ അനവധിയുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് അറിയുന്നില്ല. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ആത്യന്തികമായിട്ട് ഉദ്ദേശം എന്ന് പറയുന്നത് എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയേണ്ടതും കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. പ്രിയ ദൈവമക്കളെ,
ദൈവം നമ്മെ ഓട്ടം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. നമ്മുടെ ഓരോരുത്തർ വ്യക്തിപരമായ ഓട്ടത്തിൽ എനിക്ക് ഉള്ളത് എന്നെ ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷ അത് എനിക്ക് തികയ്ക്കണം എന്നേ ഉള്ളൂ. സത്യസുവിശേഷത്തിന്റെ സാക്ഷികളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പസ്തലൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? 7-ാമത്തെ വാക്യം മുതൽ 20-ാം അധ്യായം 7-ാമത്തെ വാക്യം മുതൽ പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ചുള്ള ഫെലോഷിപ്പാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ ഫെലോഷിപ്പ്, ഞങ്ങളുടെ ആരാധന അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഞങ്ങളുടെ കൂട്ടായ്മ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങളുടെ കൂട്ടായ്മയുടെ ശക്തിപ്പെടൽ ആണ് എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഓട്ടം ഓടുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ട്രാക്കിലാണ്. ഓരോരുത്തരും മറ്റുള്ളവരുടെ ട്രാക്കിലല്ല നാം ഓടുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ട് നമുക്കൊരു പ്രതിഫലമുണ്ട്. ഒരു സമ്മാനം നമുക്കുണ്ട് ദൈവത്തിന്. ആ സമ്മാനം എന്താണ്? അവസാനത്തെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന പേരിന് നാം യോഗ്യരായി. നിശ്ചയമായും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടെ ഓട്ടം ഓടുമ്പോൾ ആ ഓട്ടം എല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ ഫെലോഷിപ്പിന്, നമ്മുടെ കൂട്ടായ്മയ്ക്ക്, സത്യസുവിശേഷത്തിന്, ദൈവത്തിന്റെ സാക്ഷികളായി ഈ പ്രദേശത്ത് നിലകൊള്ളുവാനും നമ്മുടെ ഓട്ടം വിശ്വസ്തയോടെ ഓടുവാനും അവിടെ നല്ലവനും വിശ്വസ്തനുമായ ദാസി എന്ന പേരിന് ദൈവം നിശ്ചയമായിട്ട് നമുക്ക് പ്രതിഫലം നൽകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വർഷത്തെ നിങ്ങളുടെ സംഘടനകളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹമായി മുൻപോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും ഇടവയ്ക്കും എല്ലാ സംഘടനകൾക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും.